ഒന്നിന്മേലും ആഗ്രഹമില്ലാത്ത പരിശുദ്ധമായിട്ട് ഭഗവാനിൽ മാത്രം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിയ കഠിന വ്രതചാരി എന്നാണ് പറയുന്നത്. ഉത്തമ ഭക്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തന്മാരെ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഉത്തമൻ, മധ്യമൻ, അധമൻ. അതിൽ ഉത്തമ ഭക്തിയുടെ ഉദാഹരണമാണ് ഈ അംബരീഷൻ്റെ കഥ. ഉത്തമ ഭക്തനായിട്ട് മനസ്സ് പരിപൂർണമായിട്ടും ഭഗവാനിൽ മാത്രം മനസ്സിനെ നിർത്തിക്കൊണ്ട് മധുവനത്തിലിരുന്നു കൊണ്ട് ശ്രീഹരിയെ പൂജിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്ന സാരം. ഭക്തിപൂർവം ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ അത്രയും പൂജിച്ചു ആര്? അംബരീഷൻ. അപ്പോൾ ഭഗവാനെ മാത്രമല്ല പൂജിച്ചത്, ഭഗവത് ഭക്തന്മാരെയും ആരാധിച്ചു എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഭാഗവതം. അതുകൊണ്ട് എല്ലാത്തിലും സമഭാവനാ സൃഷ്ടിത്വം ഭക്തന്മാരിൽ ഉണ്ടാകണമെന്നുള്ള ആശയവും ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ്. എല്ലാവർക്കും